ബ്രേക്കിംഗ് വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. ബ്രേക്കിംഗ് നൗ. ആരോഗ്യവകുപ്പിലെ ലക്ഷങ്ങളുടെ വെട്ടിപ്പിൽ വിശദീകരണവുമായി മന്ത്രി വീണ ജോർജിന്റെ ഓഫീസ്. 31 ലക്ഷം രൂപ തട്ടിയെടുത്ത താൽക്കാലിക ജീവനക്കാരനായ മുരളി കുമാറിനെ 6 മാസം മുൻപ് പുറത്താക്കിയതായി മന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. ഹരിപ്പാട്ടെ കാരുണ്യ കമ്മ്യൂണിറ്റി ഫാർമസിയിൽ നിന്നാണ് മുരളി കുമാർ 31 ലക്ഷത്തിന്റെ തട്ടിപ്പ് നടത്തിയത്. തട്ടിപ്പ് പിടികൂടിയിട്ടും താൽക്കാലിക ജീവനക്കാരനായ മുരളി കുമാറിനെ തൊട്ടടുത്തുള്ള മരുന്ന് സംഭരണശാലയിലേക്ക് സ്ഥലം മാറ്റുക മാത്രമാണ് ചെയ്തത്. തട്ടിപ്പ് റിപ്പോർട്ട് പുറത്തു കൊണ്ടുവന്നതിന് പിന്നാലെയാണ് വിശദീകരണവുമായി മന്ത്രിയുടെ ഓഫീസ് രംഗത്ത് വന്നത്. ടി വി പ്രസാദ് നമുക്കൊപ്പം. ടി വി പ്രസാദ്, ഗുഡ് ഈവനിംഗ്. ഹരിപ്പാട് കാരുണ്യയിൽ നിന്ന് തട്ടിയെടുത്തത് 31 ലക്ഷം രൂപയാണ്. ഇപ്പോൾ ഞങ്ങൾ 6 മാസം മുൻപേ സ്ഥലം മാറ്റിയതാണല്ലോ എന്ന വിശദീകരണമാണ് വരുന്നത്. നമ്മുടെ അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടത് എന്താണ്? ഗുഡ് ഈവനിംഗ് സുജയ. 31 ലക്ഷം രൂപയുടെ വെട്ടിപ്പാണ് കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന്റെ കീഴിലുള്ള ഹരിപ്പാട്ടെ കാരുണ്യ കമ്മ്യൂണിറ്റി ഫാർമസിയിൽ നിന്ന് മുരളികുമാർ നടത്തിയത്. 31 ലക്ഷം രൂപയുടെ വെട്ടിപ്പ് നടത്തിയിട്ടും പക്ഷേ പുറത്താക്കാൻ തയ്യാറായിരുന്നില്ല ആദ്യം ആരോഗ്യവകുപ്പ് എന്നതാണ്. നിയമസഭയിൽ ഈ ചോദ്യം ചോദിച്ചതിന് പിന്നാലെയാണ് ഈ വിവരം പുറത്തറിയുന്നത്. ആ ചോദ്യം ചോദിച്ച സമയത്ത്, അതായത് കഴിഞ്ഞ വർഷം ജൂണിലാണ് ചോദ്യം ചോദിച്ചതെങ്കിലും ആ സമയത്തൊന്നും മറുപടി കൊടുക്കാതെ മന്ത്രി വീണ ജോർജ് ഇതിന്റെ ഉത്തരം വെച്ചതായിരുന്നു. പിന്നീടാണ് ഇത് അപ്ലോഡ് ചെയ്തത്. റിപ്പോർട്ടർ കഴിഞ്ഞ ദിവസം ഇത് വാർത്തയാക്കുകയും ചെയ്തു. പക്ഷെ നിയമസഭയിൽ കൊടുത്ത മറുപടി പ്രകാരം മരുന്ന് സംഭരണശാലയിലേക്ക് സ്ഥലം മാറ്റി എന്നതാണ്. നമ്മൾ ഓർക്കേണ്ടത്, മുരളികുമാർ ഒരു സ്ഥിരം ജീവനക്കാരനല്ല, കരാർ ജീവനക്കാരനാണ്. കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷനിൽ 95% ജീവനക്കാരും കരാർ ജീവനക്കാരൻ തന്നെയാണ്. പക്ഷേ ഹരിപ്പാട് കാരുണ്യ ഫാർമസിയിലെ കരാർ ജീവനക്കാരൻ 31 ലക്ഷത്തിന്റെ തട്ടിപ്പ് കുറെ ദിവസങ്ങളായി ചെയ്തിട്ടും ആ മുരളികുമാറിനെതിരെ സ്ഥലം മാറ്റം മാത്രമാണ് ആദ്യമുണ്ടായത്. പിന്നീട് ഇത് നിയമസഭ വഴി പുറത്തുവരും എന്നുള്ള ഘട്ടത്തിലാണ് പുറത്താക്കിയത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഈ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെയാണ് മന്ത്രി ഓഫീസ് ഇങ്ങനൊരു വിശദീകരണം റിപ്പോർട്ടറിനെ അറിയിച്ചത്. പക്ഷേ ഈ 31 ലക്ഷം രൂപയുടെ വെട്ടിപ്പ് നടത്തിയിട്ടും അത് നിയമസഭയിൽ ചോദ്യമായി വന്നിട്ടും അങ്ങനെ ഒരു നടപടി എടുത്തുവെങ്കിൽ മന്ത്രിയുടെ ഓഫീസിന് ഒരു വാർത്താക്കുറിപ്പ് ഇറക്കാമായിരുന്നു. പക്ഷെ അതുണ്ടായില്ല. റിപ്പോർട്ടർ വാർത്ത പുറത്തു കൊണ്ടുവന്നതിന് പിന്നാലെ റിപ്പോർട്ടർ ടിവിയെ അറിയിക്കുകയായിരുന്നു മുരളികുമാറിനെ പുറത്താക്കിയതെന്ന്. സുജിയ, ഒരു കാര്യം ഉറപ്പാണ്, ഇത് പിടികൂടിയത് ഒന്ന് മാത്രമാണ്. ഇത്തരത്തിലുള്ള ഒരുപാട് വെട്ടിപ്പ് കാരുണ്യ ഫാർമസികളിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അവിടെയൊന്നും ധനകാര്യ വിഭാഗത്തിന്റെ പരിശോധനയുമില്ല. സുജയ, ഓക്കെ, നമുക്ക് ഈ അന്വേഷണം തുടരാം. ഇപ്പോൾ നേരത്തെ പുറത്താക്കിയതാണ്, ഞങ്ങൾ പുറപ്പെട്ടോ എന്ന് ചോദിക്കുമ്പോൾ അരമണിക്കൂർ മുമ്പേ പുറപ്പെട്ടു എന്ന് പറഞ്ഞതുപോലെ 6 മാസം മുൻപേ പുറത്താക്കിയതാണ് എന്ന വിശദീകരണം വരികയാണ് ആരോഗ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന്.